ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. നമ്മളിതാ നമ്മുടെ അവസാന ചാപ്റ്ററിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ അവസാന ചാപ്റ്റർ ഏതാണ്? ബോൺസായി എന്ന് പറഞ്ഞൊരു കവിതയാണ്. അപ്പം നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത് സുധാ ഉപാധ്യായ് എന്ന് പറഞ്ഞ ലേഖികയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ബോൺസായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വൃക്ഷമാണ് അല്ലേ? ഒരു വൃക്ഷത്തെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് സുധാ ഉപാധ്യായ് എഴുതിയിരിക്കുന്നത്. സുധാ ഉപാധ്യായുടെ ബോൺസായി എന്ന് പറയുന്നത് ഒരു സമകാലീൻ ഹിന്ദി കവിതയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ചിത്രത്തിലുണ്ട്, ഒരു പൂച്ചട്ടിയിൽ നിൽക്കുന്നൊരു വൃക്ഷം. ബോൺസായി വൃക്ഷം എങ്ങനെയാണ്? അത് ചട്ടിയിൽ നിന്നൊക്കെ പുറത്തേക്ക് അതിൻ്റെ വേരുകളെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. തുമ്നെ ആംഗൻ സേ ഖോദ് കർ മുझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में, हर आने जाने वाले बड़ी हजरत से देखता है और धीरे धीरे में ബോൺസായി में तब्दील हो गई. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? തുമ്നെ ആംഗൻ സേ ഖോദ് കർ മുझे लगा दिया सुंदर गमले में. നിങ്ങൾ എന്തു ചെയ്തു? ആംഗൻ സേ ഖോദ് കർ, ഈ ബോൺസായി വൃക്ഷം പറയുകയാണ്, നിങ്ങൾ എന്നെ ആംഗൻ സേ ഖോദ് കർ, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, മുറ്റത്ത് നിന്നും കിളച്ചുകൊണ്ട്, അതായത് മുറ്റത്ത് നിന്നും കുഴിച്ചുകൊണ്ട് പിന്നെ കിളച്ചെടുത്തുകൊണ്ട് എന്നുള്ള മീനിങ് ഒക്കെയാ വരുന്നത്. ഖോദ് കർ. അപ്പൊ മുറ്റത്ത് നിന്നും കിളച്ചെടുത്തുകൊണ്ട് മുझे ലഗാ ദിയ സുന്ദർ ഗംലേ മേം, എവിടെ വെച്ചു? മുറ്റത്ത് നിന്നും ഈ ബോൺസായി വൃക്ഷത്തെ കിളച്ചെടുത്തുകൊണ്ട് എവിടെയാ വെക്കുന്നത്? സുന്ദർ ഗംലേ മേം, ഒരു മനോഹരമായിട്ടുള്ളൊരു പൂച്ചട്ടിയിൽ, ഒരു മനോഹരമായിട്ടുള്ള പൂച്ചട്ടിയിൽ ഈ ബോൺസായി വൃക്ഷത്തെ പറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. മുറ്റത്ത് നിന്നും പറിച്ചെടുത്ത് ഒരു സുന്ദർ ഗംലേ മേം, ഒരു സുന്ദരമായിട്ടുള്ള പൂച്ചട്ടിയിലേക്കാണ് അതിനെ മാറ്റി നടുന്നത്. ഫിർ സജാ ലിയ ഘർ കെ ഡ്രായിങ് റൂം മേം, ഹർ ആനെ ജാനെ വാല ബഡി ഹസരത് ചെയ് ദേഖ്താ ഹേ. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട് ഇതിനെ പൂച്ചട്ടിന്ന് എവിടെയാ വെക്കുന്നത്? പൂച്ചട്ടിയിലേക്ക് ബോൺസായി വൃക്ഷത്തെ മാറ്റിയിട്ട് ഘർക്കെ ഡ്രായിങ് റൂമേ, വീട്ടിലുള്ള ഡ്രോയിങ് റൂമിലാണ് ഈ മനോഹരമായിട്ടുള്ള വൃക്ഷത്തെ കൊണ്ടുപോയി മാറ്റി വെക്കുന്നത്. ഹർ ആനെ ജാനെ വാല ബഡി ഹസരത് ചെയ് ദേഖ്താ ഹേ. ആ വീട്ടിൽ വരുന്നവരും പോകുന്നവരൊക്കെ വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട്, എന്താണ്, വളരെ ആശ്ചര്യത്തോടും ഒരുപാട് ആഗ്രഹത്തോടും ഒക്കെ കൂടിയിട്ട് ഈ മരത്തെ, ഈ ബോൺസായി വൃക്ഷത്തെ നോക്കുന്നുണ്ട്. ഔർ ധീരെ ധീരെ മേം ബോൺസായി മേം തബ്ദീൽ ഹോ ഗയി. പിന്നീട് പതുക്കെ പതുക്കെ ഞാൻ എന്തായി മാറി? ബോൺസായിലേക്ക് രൂപാന്തരപ്പെട്ടു എന്ന്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നും, വിശാലമായിട്ടുള്ള ഒരു മുറ്റത്ത് നിന്നും, വളരെ അതിരുകളില്ലാതെ നിൽക്കുന്ന ഒരു വിശാലമായിട്ടുള്ള മുറ്റത്ത് നിന്നും ആ ബോൺസായി വൃക്ഷത്തെ ഒരു പൂച്ചട്ടിയിലേക്ക് പറിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പൂച്ചട്ടി എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? വീടിനുള്ളിൽ ഡ്രോയിങ് റൂമിൽ. അപ്പോൾ ആ ഡ്രോയിങ് റൂമിൽ വെക്കുന്ന സമയത്ത് ഗസ്റ്റുകളൊക്കെ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്താണ്, വളരെ ആശ്ചര്യത്തോടും വളരെ ആഗ്രഹത്തോടും കൂടിയിട്ട് ഈ മരത്തെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ എന്തായി മാറി? ബോൺസായി മീൻ തബ്ദീൽ ഹോ ഗയി, ഞാൻ ബോൺസായിലേക്ക് രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കവിതയിലൂടെ ബോൺസായി വൃക്ഷം നമ്മളുടെ അടുത്ത് സംസാരിക്കുക ചെയ്യുന്നത്. മൗസം ने फिर करवट ली, मुझमें लगे फल फूल ने तुम्हें फिर डराया, अब कि तुमने मुझे उघाड़ फेंका घूरे पर, आओ देख कर जाओ यहाँ मेरी जड़ें और फैल गई है. അപ്പൊ എന്താ ഇവിടെ പിന്നീട് എന്താ ബോൺസായി പറയുന്നത്? മൗസം നെ ഫിർ കർവഡ്ലി, മൗസം കാലാവസ്ഥ എന്താണ്? വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ മുझുമേം ലഗേ ഫൽ ഫൂൽ നെ തുംഹേം ഫിർ ഡരായ, കാലാവസ്ഥ മാറുന്നതിനൊപ്പം തന്നെ എന്താണ്, ചെടികളിലും മാറ്റം വരുമല്ലേ? അപ്പൊ കാലാവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോൺസായി വൃക്ഷത്തിലും ഫൽ ഫൂൽ, വൃക്ഷങ്ങൾ, ആ വൃക്ഷത്തിൽ എന്തുണ്ടാവാൻ തുടങ്ങി? കായ്കളും പൂവുകളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. മുझുമേ ലഗേ ഫൽ ഫൂൽ നെ തുംഹേ ഫിർ ഡരായ, ആ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അത് ആരെ ഭയപ്പെടുത്തി? അത് നിന്നെ ഭയപ്പെടുത്തി. തുംഹേ ഫിർ ഡരായ, അത് നിന്നെ വീണ്ടും ഭയപ്പെടുത്തി. അബിക്ക് തുമ്നെ മുझे ഉഘാട് ഫേങ്കാ ഘൂരേ പർ. അപ്പൊ എന്ത് ചെയ്തു? ഈ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതിന്റെ ഓണർ, അതിന്റെ ആ ചെടി ചെടി മാറ്റി നട്ടല്ലോ, ആ ആളെ എന്താണ്, അത് ഭയപ്പെടുത്താൻ തുടങ്ങിയെന്ന്. അങ്ങനെ ആ ഭയം മൂത്തിട്ട് ആൾ എന്ത് ചെയ്തു?
അബിക്ക് തുമ്നെ മുझे ഉഘാട് ഫേങ്കാ ഗൂരേ പർ, അതിനെ പിഴുതെറിയുകയാണ്. എങ്ങോട്ടേക്ക്? ഘൂരാ പർ. ഘൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാലിന്യ കൂമ്പാരം. മാലിന്യ കൂമ്പാരാണ് ഘൂര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചവറ് എഴുതുന്ന ഭാഗത്തേക്ക് എന്താണ്? അതിനെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ആവോ ദേഖ് കർ ജാവൂ, വരൂ ഇവിടെ വന്ന് കണ്ടിട്ട് പൊക്കോളൂ. യഹാ മേരി ജഡേം ഔർ ഫൈൽ ഗയി ഹേ, ഇവിടെയും എന്താണ്? എൻ്റെ വേരുകൾ നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ട്, നന്നായി പടർന്ന് വ്യാപിച്ചിട്ടുണ്ടെന്നാണ് ബോൺസായി പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കവിതയിലൂടെ എന്താണ്? ഒരു ബോൺസായി ചെടി, ഒരു വൃക്ഷത്തിന്റെ ആകുലതകളും ആശങ്കകളും എല്ലാമാണ് കവിതയിലൂടെ കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം വളരെ വിശാലമായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയേണ്ടിയിരുന്ന ഒരു വൃക്ഷത്തെ മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടിമയാക്കി മാറ്റുക ചെയ്യുന്നത്. ആ ബോൺസായി വൃക്ഷത്തെ തന്റെ അടിമയാക്കി മാറ്റിയിട്ട് വീടിനുള്ളിലുള്ള ഒരു പൂച്ചട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്കുക ചെയ്യുന്നത്. ആ ഒരു പൂച്ചട്ടിയിൽ അതിനെ വളർത്താൻ ശ്രമിക്കുകയാണ് ഉടമസ്ഥൻ ചെയ്യുന്നത്. ആ മനുഷ്യൻ എന്താണ്? ആ ഡ്രോയിങ് റൂമിൽ വെച്ചത് കാരണം വരുന്നവരും പോകുന്നവരും ഒക്കെ അതിനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. പിന്നീട് എന്തായി? കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെടികളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ആ ചെടി എന്താണ്? വീണ്ടും അതിന്റെ വികാസം, അത് വീണ്ടും ആ ഒരു സാഹചര്യത്തിലും എന്താണ്? അത് അതിനോട് പൊരുത്തപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? അതിന് പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവാൻ തുടങ്ങി. അത് വീണ്ടും എന്താണ്? മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യൻ അതിൽ പേടി തോന്നാൻ തുടങ്ങി. എന്താണ്? തൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ആ ചെടി എന്താണ്? പുറത്തേക്ക് വളരുക ചെയ്യുന്നത്. അപ്പൊ എന്താണ്? മനുഷ്യന്റെ ആ ഒരു അതിർവരമ്പിനെ ആ ചെടി ലംഘിച്ചു. അതിൽ വീണ്ടും കുപിതനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ചെടിയെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുക ചെയ്യുന്നത്. ആ ചെടി ഇനി വേണ്ട, അതിന്റെ നാശത്തിനായിട്ട് വലിച്ചെറിയുക ചെയ്യുന്നത്. പക്ഷെ എന്താണ്? അവിടെയും ആ അടിമയാകുന്ന ചെടി അത് എന്താണ്? അവിടെയും അതിൻ്റെ ആ ഒരു മുന്നോട്ടേക്കുള്ള വികസനത്തിന് ആ ഒരു മാലിന്യ കൂമ്പാരം ഒരു തടസ്സമേ അല്ല. അവിടെയും എന്താണ്? അതിൻ്റെ വേരുകൾ വ്യാപിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു കവിത മുഖാന്തരം നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ മനുഷ്യന്റെ ആ ഒരു മാറ്റവും, മനുഷ്യൻ ഒരു ചെടിയെ, കേവലം ഒരു ചെടിയെ പോലും തൻ്റെ അടിമയാക്കി തൻ്റെ കാൽ കീഴിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരു ചെടിക്ക് വേണ്ട സ്വാതന്ത്ര്യം വരെ, മുറ്റത്ത് വിശാലമായിട്ട് വളരാൻ, മണ്ണറിഞ്ഞ് വളരാനുള്ള ചെടിയുടെ ഒരു സ്വാതന്ത്ര്യത്തെ പോലും എന്താണ്? മനുഷ്യൻ പിടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ബോൺസായി എന്ന കവിതയിലൂടെ, സമകാലീൻ കവിതയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇത്തരത്തിൽ പുതിയ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചിന്താഗതിയാണ് നമ്മുടെ ലേഖിക കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നേരിടേണ്ടതുണ്ട്. കവിത പഠിത്ത സമയം ഈ പ്രശ്നം से गुजरे, आंगन से खोदकर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं. മുറ്റത്ത് നിന്നും പിഴുതെടുത്തിട്ട് പൂച്ചട്ടിയിലേക്ക് ഈ ചെടിയെ മാറ്റുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ആ ഒരു ചെടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക? അപ്പൊ എന്താ? നമുക്കറിയാം, പൂച്ചട്ടിയിലേക്ക് ഒരു ചെടിയെ മുറ്റത്ത് നിന്നും മാറ്റി നടുമ്പോൾ അതിന് ഒരുപാട് പരിവർത്തനങ്ങൾ തന്നെ നേരിടേണ്ടി വരും അല്ലേ? आंगन से खोदकर गमले में लगा देने से पौधे में कई परिवर्तन हो सकते हैं. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? വികാസ്മേ ബാധ, അതിന്റെ വികാസത്തിൽ എന്താണ്? ആ ചെടിയുടെ വളർച്ചയിൽ അതിനെ ഒരു തടസ്സം സൃഷ്ടിക്കും അല്ലെ? വികാസ്മേ ബാധ. പാനിക്ക് കമി, അപ്പൊ നമുക്ക് ആ ഒരു ചെടിക്ക് അതിന് മുറ്റത്തുനിന്ന് കിട്ടുന്ന അത്രത്തോളം വെള്ളവും എല്ലാം അകത്തുനിന്ന് കിട്ടുമോ? റൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുമോ? ഡ്രോയിങ് റൂമൊന്നുമില്ല, അവർ ഒഴിച്ചു കൊടുക്കുന്ന വളരെ വളരെ ചെറിയ രീതിയിലുള്ള ആ ഒരു വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകും. പോഷക തത്വം കമ്മി, ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷക തത്വങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ജഡോം കി ഘുൽന ആദ്യ, അതിന്റെ വേരിലുള്ള അതിന്റെ ആ വേരിനെ വ്യാപിക്കാനുള്ള ഒരു തടസ്സം, ഇതൊക്കെ ആ ചെടിക്ക് വരുന്ന മാറ്റങ്ങളായിരിക്കും അല്ലേ? അടുത്തതായിട്ട് വരുന്നത് ഡ്രോയിങ് റൂമിൽ ബോൺസായിക്കോ അതിഥി ലോക് ആശ്ചര്യ സെ ക്യോം ദേഖ്തേ ഹോംഗെ. അപ്പൊ ഈ ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടുള്ള ബോൺസായി വൃക്ഷത്തെ എന്തുകൊണ്ടാണ് വീട്ടിൽ വരുന്ന അതിഥികൾ, ഗസ്റ്റുകൾ എന്തുകൊണ്ട് ആശ്ചര്യത്തോടു കൂടി നോക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? യെസ്, മുറ്റത്ത് വളരെ നല്ല രീതിയിൽ വളർന്ന് വ്യാപിച്ച് വളരേണ്ട ഒരു ചെടി, അതിനെ വീടിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടുള്ള ഒരു ആശ്ചര്യമായിരിക്കാം വരുന്നവരൊക്കെ അതിനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. അതിഥി ലോग शायद ऐसे छोटे और सुंदर पेड़ को पहली बार देख रहे होंगे, इसलिए उन्हें आश्चर्य होता है. ഈ വരുന്ന ഗസ്റ്റുകളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെ ആദ്യമായിട്ട് കാണുകയായിരിക്കും, ഡ്രോയിങ് റൂമിലുള്ളൊക്കെ ആദ്യമായിട്ട് കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ ആശ്ചര്യചകിതരാകുന്നത് തന്നെ. നെക്സ്റ്റ്, धीरे धीरे में ബോൺസായി में तब्दील हो गई, इससे आपने क्या समझा. പതുക്കെ ഞാൻ ബോൺസായിയിലേക്ക് എന്താണ് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ ഇതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്?
किसी भी परिस्थिति में जीने की हिम्मत या धीरे धीरे पेड़ गुलाम बन गई. അപ്പൊ എന്താകാം, ഒരു പക്ഷെ ഏതൊരു പരിസ്ഥിതിയിലും വളരാനുള്ള അതിൻ്റെ ഒരു ധൈര്യം, ഒരു പൂച്ചട്ടിയിൽ പോലും അതിന് വളരാൻ ആ ചെടി കാണിച്ച ധൈര്യവും, പിന്നെ അതെന്താണ് ധീരെ ധീരെ പേട് ഗുലാം ബൻഗയി, പിന്നെ വേറൊരു അർത്ഥം കൂടി വരുന്നത് എന്താണ്, പതുക്കെ പതുക്കെ അതൊരു അടിമയായി മാറുകയാണ്. ഗുലാം ബൻഗയി, നമ്മുടെ ഈ ഉടമസ്ഥന്റെ, ഈ മനുഷ്യന്റെ അടിമയായി മാറുകയാണ്. എന്താണ്, അവന്റെ നിയന്ത്രണത്തിനുള്ളിലേക്ക് ഒരു അടിമ എന്ന രീതിയിലേക്ക് ഈ ചെടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ധീരെ ധീരെ മീൻ ബോൺസായി മീൻ തബ്ദീൽ ഗയി എന്ന് പറയുന്നത്. പതുക്കെ പതുക്കെ ബോൺസായിലേക്ക് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നത്. അടുത്തത്, മുജ്മേ ലഗേ ഫൽ ഫൂൽ നെ തുമ്ഹെ ഫിർ ഡരായ, ഇസ്സെ ആപ്കോ ക്യാ ആശയം മിൽത്താ ഹെ. എന്നിലുണ്ടാകുന്ന പൂക്കളും കായ്കളും എല്ലാം എന്താ, നിന്നെ വീണ്ടും പേടിപ്പെടുത്താൻ തുടങ്ങിയെന്ന്. തുമ്ഹെ ഫിർ ഡരായ, ഇതിൽ നിന്നും നമുക്ക് എന്താ ആശയം ലഭിക്കുന്നത്? ഈ പൂക്കൾ, ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാകുക, കായ്കൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു ചെടിയുടെ വളർച്ചയാണല്ലേ. അപ്പം ഒരു ചെടി, ഒരു ചെറിയൊരു ചെടിയുടെ വിത്തിൽ നിന്നുമാണ് ഒരു ചെടി വളർന്ന് പന്തലിക്കുന്നത്. അപ്പൊ അതിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വളർച്ചയാണ്. അപ്പം ആ വളർച്ചയാണ് ഇവിടെ നിന്നെ, മനുഷ്യനെ പേടിപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ഫൽ ഔർ ഫൂൽ സഫലത ഔർ വികാസ് കെ പ്രതീക് ഹെ. ഈ പൂക്കളും പഴങ്ങളും എന്നെല്ലാം പറയുന്നത് എന്താണ്, സഫലതയുടെയും നമ്മുടെ ഒരു മുന്നേറ്റത്തിന്റെയും വിജയത്തിന്റെയും ഒരു വികസനത്തിന്റെയും എല്ലാം പ്രതീകമാണ്. और यह वाक्यांश संभवतः यह दर्शाता है कि कुछ लोग सफलता को देखकर डर जाते हैं या उससे ईर्ष्या करते हैं. കുറച്ച് ആളുകൾ എന്താണ്, ഈ വിജയം കാണുമ്പം അവർ പേടിക്കുന്നുണ്ട്. ഇത് മുന്നോട്ടേക്കുള്ള ഈ ഒരു ചെടിയുടെ, കേവലം ഒരു ചെടിയുടെ വളർച്ച പോലും എന്താണ്, അവനെ പേടിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനോട് എന്താണ്, ഈർഷ്യയാണുള്ളത്, ഒരു ദേഷ്യമാണുള്ളത്, വെറുപ്പാണ് ഉള്ളത്. ആ ഒരു വെറുപ്പ് കാരണമാണ് എന്താണ്, അതിനെ പേടിക്കാനും ആ ചെടിയെ വലിച്ചെറിയാനും ഇടയാക്കിയത്. അടുത്ത ചോദ്യം, ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്നെ പർ മാലിക് നെ ഉസെ ഘൂരെ പർ ക്യോं फेंक दिया. അതെ, നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. ഈ ബോൺസായിൽ ഫൽ ഫൂൽ, കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം അതിന്റെ ഉടമസ്ഥൻ മാലിക് എന്തുകൊണ്ടാണ് ഘൂരെ പർ ക്യോं फेंक दिया, അതിനെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം? ആ ഉടമസ്ഥന് തോന്നി ഈ ചെടി എന്താണ്, എൻ്റെ നിയന്ത്രണത്തിൽ നിന്നും അപ്പുറത്തേക്ക് കടന്നു, തൻ്റെ പരിധി ലംഘിച്ചു ആ ചെടി എന്ന ഒരു തോന്നലാണ് ആ ഉടമസ്ഥന് ഉണ്ടായിട്ടുണ്ടാകുക. എന്ന് വെച്ചാൽ കേവലം ഒരു പൂച്ചട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ചു എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ ഉടമസ്ഥൻ എന്ത് ചെയ്തത്, അതിനെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയാൻ ഇടയാക്കിയത്. മാലിക് കോ ബോൺസായി കെ ഫൽ ഔർ ഫൂൽ ദേഖ്കർ ബുറാ ലഗാ ഹെ. മാലിക്കിന് ബോൺസായിലുള്ള കായ്കളും പൂക്കളും ഒക്കെ കണ്ടിട്ട് ദേഷ്യം വന്നു. ക്യോങ്കി വേ ഉസ്കെ നിയന്ത്രണ സെ ബാഹർ ഹോ രഹാ തെ. അത് അതിന്റെ എന്താണ്, നിയന്ത്രണത്തിന് അതീതമായി, അതിന്റെ പരിധി ലംഘിച്ചു എന്ന തോന്നൽ കാരണമാണ് ഇതിനെ വലിച്ചെറിയാൻ ഇടയാക്കിയത്. घूरे पर ബോൺസായി की जड़ें और फैल गई का मतलब क्या होता है. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം വരുന്നത്, घूरे पर ബോൺസായി की जड़ें और फैल गई. ഈ മാലിന്യ കൂമ്പാരത്തിൽ പോലും ബോൺസായിയുടെ വേരുകൾ എന്താണ്, ഫൈൽ ഗയി, വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടും എന്താണ്, അതിന്റെ വേരുകൾ എന്താണ്, ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും എന്താണ്, അതിനെയെല്ലാം ആ അടിച്ചമർത്തിൽ നിന്നും മുന്നേറിക്കൊണ്ടിരിക്കാനാണ് നമ്മുടെ ഈ ബോൺസായി വൃക്ഷം ചെയ്യുന്നത്. इसका अर्थ यह है कि बोनसाई को त्याग देने के बाद भी इसकी जड़ें अभी भी फैल रही है और इसका प्रभाव महसूस किया जा रहा है. അപ്പൊ എന്താണ്, ബോൺസായിയുടെ ആ ഒരു ത്യാഗത്തിന് ശേഷവും എന്താണ്, അതിന്റെ വേരുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ആ ഒരു പ്രഭാവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. അതിനെന്താണ്, അടിച്ചമർത്തലുകൾക്കൊന്നും അത് ബോൺസായി വിധേയനാകുന്നില്ല. വീണ്ടും മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഈ വൃക്ഷം ഇവിടെ ശ്രമിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് വരുന്നത്, കവിതാസെ വിശേഷ അർത്ഥക്കോ സൂചിത് കർണേ വാലെ ശബ്ദോക്കോ പഹുച്ചാനെ. കവിതയിൽ വിശേഷമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്ന കുറച്ച് വേർഡ്സിനെ കണ്ടുപിടിക്കാനാണ്. അപ്പം എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് ബോൺസായി, അങ്ങനെ എല്ലാമാണ്. ജോൺസായി അല്ല, ബോൺസായി. അപ്പം ബോൺസായി എന്ന് പറയുന്നത് എന്താണ്, ബോൺസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമത്തത്തിൽ നിന്നും എന്താണ്, മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ അർത്ഥമാക്കിയിട്ടാണ്. ഒന്നിനെയും കാത്തു നിൽക്കാതെ തൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് വളരാൻ, മുന്നേറിക്കൊണ്ടിരിക്കാനുള്ള ഒരു ചെടിയായിട്ടാണ് ബോൺസായി നമുക്കിവിടെ വിശേഷം അർത്ഥം വരുന്നത്. ആംഗൺ എന്ന് പറയുമ്പോൾ എന്താണ്, മുറ്റം, ഒരു അതിരുകളില്ലാത്ത ഒരു
നമുക്കെന്താണ് ഒരു പരിധിയുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു ആ ചെടിക്ക് വളരാൻ ആ മുറ്റം. അപ്പം എന്താണ് ആ ഒരു പരിധിയെ ലംഘിച്ചൊരു തുറന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ വേണമെങ്കിലും ആ ചെടിക്ക് വളരാമായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് മുറ്റം വരുന്നത്. പിന്നെ ഗംല എന്ന് പറയുമ്പോൾ എന്താ, പൂച്ചട്ടി എങ്ങനെയാ വരുന്നത്? പൂച്ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിശ്ചിതമായിട്ടുള്ള ഒരു പാത്രത്തിന്റെ ഉള്ളിൽ, പൂച്ചട്ടീൻ്റെ ഉള്ളിൽ ഈ മാലിക്കിന്റെ ഒരു നിയന്ത്രണത്തിനുള്ളിലേക്ക്, ആ പൂച്ചട്ടി എന്ന നിയന്ത്രണത്തിനുള്ളിലേക്ക് ഈ ബോൺസായിയെ പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഗമല വരിക. പിന്നീട് വരുന്നത് ഘൂര. അപ്പൊ എന്താണ്, പിന്നീട് വലിച്ചെറിയുന്നത് എങ്ങോട്ടേക്കാണ്? ഈ മാലിന്യ കൂമ്പാരത്തിലേക്കാണ് വലിച്ചെറിയുന്നത്. അപ്പൊ മാലിന്യ കൂമ്പാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്, മാലിന്യം നിറഞ്ഞിടമാണെങ്കിലും അവിടെ ആ ചെടിക്ക് വ്യാപിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഘൂര എന്ന് പറഞ്ഞൊരു അർത്ഥം നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു വാക്ക് നമ്മളൊരു വിശേഷാർത്ഥത്തിൽ പ്രകടമാക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് 92, പേജ് നമ്പർ 92 ഉള്ള ഒരു ചിത്രത്തെ നോക്കിയിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്നും, ആ ചെടിച്ചട്ടിയിൽ നിന്നും ആ ചെടി എന്താണ് വ്യാപിക്കുന്നതായിട്ട്, വേരുകളൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു ചിത്രം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹേ. ബോൺസായി എന്ന് പറയുന്നത് ഏതൊക്കെ പ്രതീകങ്ങളാണ്, എന്തിനേക്കാണ് സൂചിപ്പിക്കുന്നത്, എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്? क्या ബോൺസായി കിസി വിശേഷ് അർത്ഥക്ക് സൂചന ദേത്താ ഹേ. ബോൺസായി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വിശേഷ അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് ബോൺസായി എന്ന് പറയുന്നത്? ബോൺസായി കൈ ചീസോं का प्रतीक हो सकता है. ബോൺസായി കൈ ചീസോं का प्रतीक हो सकता है. ജൈസെ ഏതിൻ്റെയൊക്കെ പ്രതീകമാണ്? സീമ ഓർ നിയന്ത്രൺ, പരിധിയുടെയും നിയന്ത്രണത്തിൻ്റെയൊക്കെ പ്രതീകമല്ലേ. ആ പരിധിയും നിയന്ത്രണമൊക്കെ ലംഘിച്ചിട്ടാണ് ചെടി മുന്നോട്ടേക്ക് പോകുന്നത്. സഹനശക്തി ഓർ ദൃഢത, എന്നും സഹിക്കാനുള്ള ഒരു സഹനശക്തി, ദൃഢത. ആ ഒരു ചുറ്റുപാടിലും, വീടിൻ്റെ ഉള്ളിലുള്ള, ഡ്രോയിങ് റൂമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചുറ്റുപാടിനെ പോലും സഹിച്ചും കണ്ട് അതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടുമാണ് എന്താണ് ആ ചെടി വളർന്ന് മുന്നേറിയത്. സൗന്ദര്യ ഓർ കല ആദി. ആ ചെടിയുടെ ഒരു ഭംഗി, അതാണ് സൗന്ദര്യ ഓർ കല ആദി, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ബോൺസായി കിസി വിശേഷ് അർത്ഥയ്ക്ക് സൂചന ദേത്തെ ഹേ. ഏതെങ്കിലും ഒരു വിശേഷ അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നുണ്ടോന്ന്. ബോൺസായി ഏതൊരു അർത്ഥത്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശോഷിത് വർഗോം കി സൂചന ദേത്ത ഹേ. ഒരു അടിമത്ത വർഗത്തിന്റെ ആ ഒരു സൂചനയാണ് നമുക്ക് ബോൺസായി തരുന്നത്. കിസി വിശേഷ് അർത്ഥയ്ക്ക് സൂചന ദേത്തെ ഹേ. ഏതാണ്? ശോഷിത് വർഗ കി സൂചന ദേത്തെ ഹേ. അടിച്ചമർത്തപ്പെടുന്ന ഒരു വർഗത്തിന്റെ അതിൻ്റെ സൂചനയാണ് നമുക്ക് ബോൺസായി തരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കവി എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ കേവലം ഒരു ചെടിയെ പോലും അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ആസ്വാദൻ ടിപ്പണി ലിഖേ. ബോൺസായി കവിത की रूपपरक और आशयपरक विशेषताओं का परिचय देते हुए आस्वादन टिप्पणी लिखे. അവ നമുക്ക് ബോൺസായി കവിതയുടെ ആശയപരമായിട്ടുള്ള വിശേഷതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് എഴുതാനാണ് പറയുന്നത്? കവിതയിൽ ഒരു ആസ്വാദന ടിപ്പണി എഴുതാൻ. അപ്പൊ നമുക്കറിയാം ഏതൊരു കവിത ആകുമ്പോഴും ഒരു ആസ്വാദന ടിപ്പണി എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ കവിത ആരാണ് എഴുതിയിരിക്കുന്നത് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കണം. പിന്നെ നമ്മൾ ആ കവിതയെ പറ്റിയിട്ട് അതിന്റെ ആശയങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്നത് കക്ഷാക്കെ കവിത പാഠ് കാര്യക്രം ഭാഗ്യം കവിത പാഠക്ക വീഡിയോ ബനായും. കവിതയുടെ ഒരു വീഡിയോ തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം ആസ്വാദന ടിപ്പണി. അപ്പം ബോൺസായി നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു ഹെഡിങ് എഴുതേണ്ടിയിരിക്കുന്നു. ബോൺസായി സുധാ ഉപാധ്യായ് ദ്വാരാ രചിത് ഏക് കവിത ഹേ ജോ ഏക് പേड़ के दृष्टिकोण से लिखी गई है. ബോൺസായി കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? സുധാ ഉപാധ്യായ്. നമ്മൾ മറക്കാൻ പാടില്ല, സുധാ ഉപാധ്യായ് എഴുതിയിരിക്കുന്ന കവിതയാണ് ബോൺസായി. ജോ ഏക് പേड़ के दृष्टिकोण से लिखी गई है. ഇത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മരത്തിന്റെ ദൃഷ്ടികോണിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിത में पेड़ को एक सुंदर गमले में रखा जाता है और हर कोई इसे देखने के लिए आता है. അപ്പോൾ ഈ കവിതയിൽ എന്താ ചെയ്യുന്നത്? മരത്തിനൊരു സുന്ദരമായിട്ടുള്ള പൂച്ചട്ടിയിലേക്ക് മാറ്റി നട്ടത് സമയത്ത് ഹർ കൊയി ഇസെ ദേഖ്നെ കെ ലിയെ ആത്താ ഹെ. അപ്പൊ എന്താണ്, ഒരുപാട് ആളുകൾ ഈ മരം കാണാനായിട്ടൊക്കെ വീട്ടിൽ വരുന്നവരൊക്കെ കാണുന്നുണ്ട്. ഹാലാങ്കി ജബ് പേട് ബഡാ ഹോത്താ ഹെ. പിന്നീട് ഈ മരം എന്താ ചെയ്യുന്നത്? വലുതാകുന്ന സമയത്ത് और फल और फूल पैदा करता है. പൂക്കളും കായ്കളും ഒക്കെ വരുന്ന സമയത്ത് तो उसे फिर से उखाड़ कर बाहर फेंक दिया जाता है. അപ്പോൾ പൂക്കളും കായ്കളും ഒക്കെ വരുന്ന സമയത്ത് അതിനെ വീണ്ടും എന്താ ചെയ്യുന്നത്? പിഴുതെറിയാ ചെയ്യുന്നത്, ദൂരേക്ക്
പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. पेड़ तब कहता है कि उसकी जड़ें अब बहुत फैल गई है और उसे अब कभी कहीं भी नहीं ले जाया जा सकता. അപ്പൊ വീണ്ടും മരം എന്താ പറയുന്നത്? ഇവിടെ വന്ന് നോക്കൂ, എൻ്റെ വേരുകൾ എന്താണ് ഇപ്പോഴും ഇവിടെ വ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് വളർച്ചയെ തടയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. इस कविता में कवि पेड़ की स्वतंत्रता और विकास की इच्छा, मानव द्वारा प्रकृति का नियंत्रण और सीमाबद्धता, प्रकृति की अनुकूलता और दृढ़ता आदि के बारे में कहते हैं. അപ്പൊ ഈ കവിതയിലൂടെ കവി എന്തൊക്കെയാ പറയുന്നത്? പേട് की स्वतंत्रता और विकास की ഇച്ഛ, മരത്തിന്റെ ഒരു സ്വാതന്ത്ര്യവും അതിന്റെ വികാസ് की ഇച്ഛ, അതിന് മുന്നേറാനുള്ള ഒരു വികസനത്തിന്റെ, അത് ഇനിയും വളരാനുള്ള ഒരു ആഗ്രഹം. മാനവ് ദ്വാര പ്രകൃതിക്ക നിയന്ത്രണം, മനുഷ്യൻ എന്താണ് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. പ്രകൃതിയെ വളരാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെടിയെ അതിന് വിടാതെ എന്താണ് അതിനെ നിയന്ത്രിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. और സീമാബദ്ധത, പ്രകൃതിക്ക് അനുകൂലത और ദൃഢത, പിന്നെ അതിൻ്റെ ആ ഒരു പരിധി നിർണ്ണയിക്കുന്നത്. പിന്നീട് എന്താ വരുന്നത്? പ്രകൃതിയുടെ ആ ഒരു അനുകൂലത, ഒരു കാലാവസ്ഥ മാറ്റം വരുന്നത് വഴി എന്താണ് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് കവിതയിലൂടെ ചർച്ച ചെയ്യുന്നത്. यह दिखाता है कि प्रकृति अपना सीमाओं को पार करने और जीवित रहने के लिए कैसे अनुकूल होती है. അപ്പൊ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? പ്രകൃതി അതിന്റെ പരിധികളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. इसके अलावा यह मानव को प्रकृति के साथ സാമഞ്ജസ്യപൂർണ്ണ സംബന്ധം बनाने का भी संदेश देता है. പിന്നെ ഇത് കൂടാതെ എന്താണ് മനുഷ്യൻ പ്രകൃതിയുമായിട്ട് എങ്ങനെ എങ്ങനെ ഒത്തൊരുമിച്ച് പോകണം എന്നുള്ളൊരു സന്ദേശം കൂടെ നമുക്ക് ഈ കവിത വഴി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. यहाँ കവിയത്രി ആസാദി और गुलामी की बातें बड़ी ही मनोरंजक रीति में कहा है. ഇവിടെ കവിയത്രി എന്ത് പറയുന്നുണ്ട്? ആസാദി और गुलामी, സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അടിമത്തത്തെ കുറിച്ചിട്ടും വളരെ മനോരഞ്ജകപരമായിട്ട് നമുക്ക് മനസ്സിന് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിട്ട് കവി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ആസ്വാദന ടിപ്പണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കവിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കവിതയെ കുറിച്ചിട്ട് പറയേണ്ടത് എന്തൊക്കെയാണ് കവിത വഴി അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ ബോൺസായി എന്ന് പറഞ്ഞൊരു കവിത ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹിന്ദി ഈ ബോൺസായി എന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്നത് സുധാ ഉപാധ്യായാണ്. അപ്പൊ നമുക്ക് ലേഖികയെ കുറിച്ച് നോക്കാം, കവിയത്രിയെ കുറിച്ചിട്ട്. സുധാ ഉപാധ്യായയുടെ ജന്മം 29 നവംബർ 1972 ജനിച്ചിരിക്കുന്നത്. സുധാ ഉപാധ്യായ ഹിന്ദി की आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. ഹിന്ദി സാഹിത്യത്തിലെ ഇന്നത്തെ ലേഖികളുടെ എഴുത്തുകാരികളിൽ വളരെ മഹത്വപൂർണ്ണ സ്ഥാനം സുധാ ഉപാധ്യായക്കുണ്ട്. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് में हुआ. ജനിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. इसलिए कहूंगी में बोलती छुपी, पाठ पुनर्पाठ, औपन्यासिक चरित्रों में वर्चस्व की राजनीति, 6वें दशक के बाद आदि उनकी प्रमुख रचनाएं हैं. അപ്പം സുധാ ഉപാധ്യായയുടെ രചനകളാണ് തന്നിരിക്കുന്നത്. इसलिए कहूंगी में बोलती छुपी, पाठ पुनर्पाठ, औपन्यासिक चरित्र में वर्चस्व की राजनीति, 6वें दशक के बाद. ഇത്രയുമാണ് ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള രചനകള്. शीला सिद्धांतकार सम्मान, अमर सरस्वती सम्मान, साहित्य गौरव सम्मान, मैथिली शरण गुप्त പുരസ്കാർ ആദി സേവേ സമ്മാനിധിയും. അപ്പോൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള സമ്മാനങ്ങൾ, അതായത് ആദരവുകളും പുരസ്കാരങ്ങളും എല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഷീല സിദ്ധാന്തകർ സമ്മാനുണ്ട്, അമർ സരസ്വതി സമ്മാനുണ്ട്, സാഹിത്യ ഗൗരവ് സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ, ഇതൊക്കെയാണ് ഇവർക്ക് നൽകി ആദരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സുധാ ഉപാധ്യായ എന്ന സമകാലീൻ കവിയത്രിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു സമകാലീൻ കവിതയാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമുക്ക് എഴുതുന്ന സമയത്തൊക്കെ ആസ്വാദന ടിപ്പണിയൊക്കെ എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾ എന്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ 9ാം ക്ലാസ്സിലെ പാഠഭാഗം, ഹിന്ദി പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.